നമ്മുടെ പുണ്യാളൻ അഗർബത്തീസിലെ ജയേട്ടനൊരു ഡയലോഗാണ്, ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിലെത്തിയിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിൽ തന്നെ അതേ നാട്ടിൽ പോയിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് സക്സസ് ആക്കി. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ നാട്ടിലെ എന്തോരം പ്രോഗ്രാംസിൽ ഇവൻസിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ നൈസിന് എൻ്റെ കുടുംബ ക്ഷേത്രമുണ്ട്, അവിടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേ ഡയലോഗ് അവിടെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചല്ലേ, ഒന്നും ആവത്തില്ലത് എഴുതിയല്ലേ എന്നിട്ട് ഞാൻ പോകും. അപ്പോൾ ഈ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കണക്റ്റഡാണ്. കാരണം കർത്താവിന്റെ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ പലപ്പോഴും തെറ്റിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കർത്താവ് നമ്മൾ രക്ഷപ്പെടുന്ന എഴുതി കാണും, കുറെ വർഷം നമ്മൾ തിണ്ടിത്തിരിഞ്ഞ് നടന്ന് കർത്താവൊക്കെ മടുത്ത് കാണും, ഇവനൊന്നും രക്ഷപ്പെടില്ല എന്ന്. അവിടെ നമ്മൾ കയറി വന്നില്ലേ, വലിയ കാര്യം. സംതിങ് ടു ബി പ്രൗഡ് അബൌട്ട്. ഓക്കേ, കഴിഞ്ഞ അതും ഇതും ആ സിനിമയിലെ വേറൊരു ഡയലോഗാണ് കഴിഞ്ഞ കൊല്ലത്തെ. അതാണ് ഞാൻ പറയാൻ വന്നത്, കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. ഈ ഡയലോഗ് സത്യം പറഞ്ഞാൽ വല്ലാർപാടം പള്ളിയുടെ പുറത്ത് ഞാനും വിഷ്ണു ശശിശങ്കറും രഞ്ജിൻ രാജൂടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ ഇത് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എല്ലാ പരിപാടിയും പറയടാ, അടുത്ത കൊല്ലം പിടിക്കണം എന്ന് പറയും. അപ്പൊ ഈ സിനിമയിൽ ഇത് പറഞ്ഞപ്പം രഞ്ജിത് ശങ്കർ ആ ഡയലോഗ് എഴുതുമ്പോൾ എനിക്ക് ഉറപ്പാണ്, രഞ്ജിത് അല്ല വേറെ ആരോ എഴുതിയേക്കുന്നത്, അവരുടെ ഡയലോഗ് എഴുതുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവരുടെ ലൈഫിൽ അവരത് കടന്നുപോയ വഴിയാണ്. ഇത് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ഇപ്പൊ ദക്ഷയാണെങ്കിൽ ഞാനായാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയാം, മാളിയപ്പുറം കഴിഞ്ഞ വർഷം 2022 ഡിസംബർ 30 നടന്നു. കഴിഞ്ഞ കൊല്ലം മാർച്ച് വരെ അതിന്റെ ഓളമൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അതിനുശേഷം തിയേറ്ററിൽ നിന്ന് മാറി OTT വരുന്നു എല്ലാം. ഓക്കെ, കഴിഞ്ഞ 2021 ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഡയലോഗ് പറയാം, കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ പ്ലാനിങ്ങും പാളി, 2024 വേണം ചെയ്യാൻ. അപ്പൊ അത് കണക്റ്റഡാ. ഓക്കെ, ശരി, അടുത്ത് നമുക്ക് ചോദിച്ചു പോവാം. ഇത് നമ്മുടെ ലാലേട്ടന്റെ ആ സാധനം എപ്പോഴായിരുന്നു ശരിക്കും അങ്ങനെ തോന്നിയത്? എവിടെയെങ്കിലും നമ്മുടെ അമലാപ്പോളിന്റെ അടുത്ത് ആദ്യമായി കടാറിന്റെ കഥ പറയാൻ പോകുമ്പോൾ ഈ അമല ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ അയച്ചത്, അവരുടെ മാനേജർ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും അനൂപ് പണിക്കരും കൂടെ ഈ ലൊക്കേഷൻ തപ്പി നടക്കുക, ഇത് എവിടെയാണെന്നൊരു മനുഷ്യനല്ല. അപ്പൊ അമലയുടെ മാനേജർ പറഞ്ഞത് കൃത്യം 5 മണിക്ക് എത്തണം, അമലക്ക് 5:15 വേറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, 15 മിനിറ്റേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ 5 മണിക്കൊക്കെ തപ്പി അടക്കി, ഈ സ്ഥലം അറിയില്ല. അപ്പം ഇവൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയും, ചേട്ടാ നമുക്ക് ചോദിച്ചു പോകാന്ന് പറയും. നമ്മുടെ എവിടെ പോയി ചോദിക്കാനായിട്ട് അവർ 5 മണിക്ക് പോകുന്നത് പറഞ്ഞു തപ്പി പിടിച്ച് ഞങ്ങളുടെ ചെന്നപ്പോ 5:30 കഴിഞ്ഞു. പക്ഷെ അമല പോയില്ല, അമല വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു 10 മിനിറ്റിൽ കഥ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് ആ കഥ 2 മണിക്കൂർ കിട്ടിയാലും പറയാൻ പറ്റില്ല, 2 മണിക്കൂർ വേണം. ലാസ്റ്റ് 10 മിനിറ്റ് പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി. 2 മണിക്കൂർ കഥയും കേട്ട് കയ്യും തന്ന് പടം ഓണാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഈ ഡയലോഗ് ചോദിച്ചു പോയിട്ട് കാര്യമുണ്ടായി. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഇപ്പൊ എനിക്ക് സ്ഥിരം വഴി തെറ്റാറുണ്ട്. അപ്പൊ ഞാൻ പഴയ പരിപാടി ക്ലാസ് കഥ ചോദിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇവിടെ പോകുന്ന വഴി എങ്ങനെയാന്ന് ചോദിക്കും. ഗൂഗിൾ മാപ്പിൽ എനിക്ക് സ്ഥിരം തെറ്റാണ്. കാരണം ഞാൻ പണ്ട് രാജുവേട്ടന്റെ ബ്രദേഴ്സ് ഡേയുടെ ലൊക്കേഷനിലേക്ക് പോവാം വേറൊരാളെ കാണാനായിട്ട്. അപ്പൊ എനിക്ക് അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിയേട്ടൻ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു. മലയാറ്റൂരാണ് ഷൂട്ട്. ഞാനിങ്ങനെ പോയി ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ കയറ്റിയോണ്ട് ഞാനും നമ്മുടെ മാളിയപ്പുറം വിഷ്ണു ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ പോയി. ലാസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ പുഴയാണ്, അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇവരെ വിളിക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ റീച്ച് ആണെന്ന് എഴുതിയും കാണിക്കുന്നുണ്ട്. അപ്പം ഇവരോട് ഞാൻ ചേട്ടാ ഫ്രണ്ടിൽ പുഴയാണ്, ഇത് എങ്ങോട്ട് പോകുന്ന പറയുമ്പോഴത്തേക്ക് ഈ പുഴയ്ക്ക് അക്കരെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇവിടെ പോകണം ഞാൻ ഈ 14 കിലോമീറ്റർ ഇറങ്ങി പോകണം. ഗൂഗിൾ മാപ്പ് വന്ന പണിയായിരുന്നു. ഓക്കെ, ഇതെനിക്ക് സ്ഥിരം നടക്കാറുണ്ട്. ഓക്കെ, അടുത്തത് നമ്മളുടെ തളപതിയുടെ പാട്ടിലാണ്, വാരിസിലെ ഒരു ലിറിക്സ് ആണ്, It's time to give it back, mama. ആ സാധനം ഇത് തിരുപ്പി കൊടുക്കുന്ന നേരം മാമ, ഈ സാധനം പറയാൻ തോന്നിയ സമയം. ഇത് ഒരുപാട് പേരോട് മനസ്സുകൊണ്ട് ഞാൻ പറയാനുണ്ട്, ഞാൻ പ്രത്യക്ഷത്തിൽ പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ കാണിക്കുന്നത് തെറ്റാന്നറിയാം. പക്ഷെ നമ്മളൊന്നും ആവില്ല എന്നും രാശിയില്ലാത്ത റൈറ്ററാന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടേക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് എന്നെ തുടക്ക സമയത്ത്. ഞാനത് ആരാന്ന് എന്തോന്നും പറയില്ല. ഇവനൊന്നും രാശിയില്ലാത്തതാണ്, ഇവന്റെ ഒന്നും പടം നാളെ നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ആ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അതിന്റെ അല്ല, അവര് വിചാരിച്ച പോലെ കാര്യങ്ങൾ പോവാത്തോണ്ടും അല്ലെങ്കിൽ അവര് വിചാരിച്ച സമയത്ത് നടക്കാതെ പോകുമ്പോൾ സംഭവിച്ചേക്കുന്നതാണ്. അന്നൊക്കെ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ള ആകെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡയറക്ടേഴ്സ്, അവർ ഇതേ അനുഭവം തന്നെ. പിന്നീട് ഈ സിനിമയൊക്കെ ഇറങ്ങി മാളിയപ്പുറമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതേ പ്രൊഡ്യൂസർ തന്നെ വിളിച്ചിട്ട് നമുക്ക് അടുത്തൊരു പടം ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഈ പാട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അന്ന് ഈ പാട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും മനസ്സിൽ ഈ സാധനമുണ്ട്. പക്ഷെ പറഞ്ഞു പിന്നെന്താ ചേട്ടാ നമുക്കൊരു പടം ചെയ്യാമല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, നമ്മൾക്ക് ഒരുപാട് പേര്, ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു മൊത്തത്തിലാണ് പറഞ്ഞത്. പക്ഷെ അല്ലാതെ ഒരുപാട് പേര് ഇപ്പം നമ്മൾ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള എത്രയോ പേര് നമ്മളൊന്നും ആവില്ല, ഇവനൊക്കെ എത്ര നാളെ അതിന്റെ പുറകെ നടക്കുന്നു, ഒന്നും ആവില്ലടാ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇൻസൾട്ട് ചെയ്ത് എത്ര സ്ഥലത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്, കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇപ്പം നമ്മൾ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം. കാരണം
അത് വാശിയല്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ടൈം ടു ഗിവ് ബാക്ക് അതൊന്നുമല്ല. അത് ദൈവം നമുക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ദൈവം തരുന്ന ഒരു സന്തോഷമാണ്. നീ ഒന്നും ആവാത്തടത്ത് നിന്നെ ഞാൻ നിർത്തുന്നു എന്ന് പറയുന്നത് എനിക്കെന്നല്ല, അത് എല്ലാ ആളുകൾക്കും ഒരു അവസരം ദൈവം തരും, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ. അതെ, അല്ലെ ഈ 10 വർഷം ഇതുപോലുള്ളത് പല ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഓണായി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി വരിക, കരയുക, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ട് മുടങ്ങി പോയിട്ടുണ്ടല്ലോ. എത്ര 2 തവണ എന്റെ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ട് മുടങ്ങി പോയിട്ടുണ്ട്. എന്റെ കുഴപ്പമുണ്ടല്ല, ഇതിനിടയിൽ പല ആളുകൾ, എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, എനിക്ക് ഇന്നും അറിയില്ല. പക്ഷെ എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. കാരണം അവരൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പം അങ്ങനെയൊക്കെ മുടങ്ങിയോണ്ടാവാം ചിലപ്പം മാളികപ്പുറമൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ മാളികപ്പുറം സംഭവിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാം ഒരു വിധിയാണ്, ഇന്നത് സംഭവിക്കണം എന്നുള്ളൊരു വിധിയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ തുടക്ക സമയത്ത് 2015-ലോ 2014-ലോ ഞാൻ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ്, ഞാനൊരു പടമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ചെല്ലുന്നു, അവർ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ പല പ്രശ്നമുണ്ട്, അവരുടെയും പ്രശ്നം കാണാം, എൻ്റെയും പ്രശ്നം കാണാം, അത് മുടങ്ങിപ്പോകുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ പുറത്തുനിന്ന് അറിയുന്നത് നിങ്ങളുടെ ഒന്നും പടം അവർ ചെയ്യില്ല, അല്ലെങ്കിൽ പുതിയ ആളുകളുടെ പടമൊന്നും ചെയ്യാൻ നിൽക്കില്ല എന്നുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ 2 വർഷം 1.5 വർഷം എന്തിനാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേസ്റ്റ് ആക്കിയത്, അതിനൊരു വിലയില്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് 2022-ൽ സിനിമ ചെയ്യുമ്പം, അല്ല സിനിമ ഒരു വലിയ വിജയമാകുമ്പം നമ്മൾ ആ ഓർമ്മകളൊക്കെ ഭയങ്കര രസമുള്ളൊരു മെമ്മറീസായിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആവാം ഇപ്പോൾ എൻ്റെ അടുത്ത് അവസരം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഞാൻ അവസരം കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഞാൻ അനുഭവിച്ച പെയിൻ വേറെ അനുഭവിക്കേണ്ട. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എനിക്ക് വരുന്ന മെസ്സേജിനൊക്കെ ഞാൻ കാണുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആദ്യമായിട്ട് ഒരു സിനിമാക്കാരൻ റിപ്ലൈ ഇടുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ഞാൻ റിപ്ലൈ ആയിരുന്നു, അത് എൻ്റെ ഡ്യൂട്ടി അല്ലേ. ഞാൻ കഴിവതും ഞാൻ എൻ്റെ പുതിയ പിള്ളേർക്കൊക്കെ അവസരം കൊടുക്കാൻ ശ്രമിക്കും. അല്ല, ഞാൻ ചോദിക്കാൻ വന്ന സംഭവം എന്താന്ന് വെച്ചാൽ അവസരമാണ്. അതെ, അത് ഞാൻ ചോദിച്ചു ഇപ്പോഴേ, നേരത്തെ ചോദിച്ചു എന്ന്. അതല്ല ഞാൻ ചോദിക്കാൻ വന്നേ, ഈ ബൗൺസ് ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ദാറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ആദ്യം പോയി ഒരാളുടെ അടുത്ത് പോയി ചോദിക്കുന്നതിനേക്കാളും പാടാണ് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോവാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് പലരും ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. വാട്ട് വാസ് യുവർ തിങ് ആ ഒരു സമയത്ത്? ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നല്ലേ പറ്റൂ. ഇപ്പം ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുന്നു കടാവർ, അത് OTT റിലീസായിരുന്നു. ഞാൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച ഒരു വലിയ സിനിമയായിരുന്നു കടാവർ. പക്ഷെ അത് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം തിയേറ്ററിലാണ് റിലീസാവുന്നത്. അത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം എത്ര ആഗ്രഹിച്ച സിനിമയാണെന്ന് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷം കൊണ്ടുകിടന്നൊരു കഥ, അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരു വിഷമം. നൈറ്റ് ഡ്രൈവ് ഇറങ്ങുന്നത് കോവിഡ് സമയത്താണ്. നൈറ്റ് ഡ്രൈവ് ആ സമയത്ത് തിയേറ്ററിൽ അധികം പേര് വരാത്തൊരു സമയമാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് വന്ന സമയത്ത് ഈ സിനിമ ഭയങ്കര അഭിപ്രായം വരുന്നു. എല്ലാവരും പറയുന്നു, അയ്യോ ഞങ്ങൾക്ക് തിയേറ്റർ മിസ്സായിപ്പോയി. 10-ാം വളവും അതേപോലെ തന്നെ കോവിഡ് സമയത്താണ് വരുന്നത്. അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വലിയ ഹിറ്റ് കിട്ടാതെ പോകുന്നൊരു മൊമെന്റിൽ ഈ പണി നമുക്ക് പറ്റിയതാണോ എന്ന് പോലും ചിന്തിച്ചോടുന്ന മൊമെന്റിൽ ആണ് മാളികപ്പുറമായിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. മാളികപ്പുറം നടക്കുന്ന സമയത്ത് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഈ സിനിമ ഹിറ്റായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുക വിഷ്ണു എന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഈ പരിപാടി പറ്റാത്തതുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിഷ്ണു എൻ്റെ അടുത്ത് ഇല്ല ചേട്ടാ, നിങ്ങൾ മലയാള സിനിമയെ കാണും, നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ ഞാൻ ഇല്ലടാ, ഈ പടം ഞാൻ പല വേദികളും പ്രൊമോഷൻ ഞാൻ പടം ഇറങ്ങുന്ന മുന്നേ പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ അവസാന സിനിമയായിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ മാളികപ്പുറം ഇറങ്ങുന്ന മുന്നേ പറഞ്ഞ, മാളികപ്പുറം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഈ സിനിമ ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ഇനി ഞാനൊരു സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഞാൻ ഈ സിനിമ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ അവിടുന്ന് മാളികപ്പുറം ഇത്രയും വലിയ സക്സസ് ആയപ്പം എന്നെ തേടി ഒരുപാട് അവസരങ്ങൾ വന്നപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത പോലെ കമ്മിറ്റ്മെൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ദൈവം തന്നതാണ്. അതാ ബൗൺസ് ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനം. അത് ഞാൻ എല്ലാവരും പറയുന്നത്, ഇപ്പം നമ്മളൊരു ഒരു പരാജയമോ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ വക്കിലോ പോയി നിൽക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ അത് ചിലപ്പോൾ നമ്മൾ അന്നേരത്തെ മൊമെന്റിൽ എടുക്കുന്ന ഡിസിഷൻ ആയി പോകും, അത് തെറ്റായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട പോസിറ്റീവായിട്ട് ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ 2-3 തവണ അങ്ങനെയാണ് തെറ്റായ ഡിസിഷൻ പോയിട്ടുള്ള ആളാണ്. കാരണം എൻ്റെ ബ്രദർ മരിച്ച സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും കൂടി ഇല്ലാതായെന്ന്, എനിക്ക് മടുത്തു ജീവിതം എന്നുള്ളത്. അപ്പം പക്ഷേ അന്ന് എൻ്റെ മുന്നിൽ തെളിഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖം ഓർത്തപ്പോഴാണ് എനിക്ക് വാശിയായിട്ട് ഞാൻ പോയി MBA കംപ്ലീറ്റ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്നു, ആഗ്രഹിച്ച സിനിമ നേടിയെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഇതൊക്കെ ഞാൻ ഡിസിഷൻ എടുക്കാൻ കാരണം എൻ്റെ അമ്മയുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖമാണ്. എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് ഞാൻ ഈ 10 വർഷമായിട്ട് പലരുടെ മുന്നിൽ പോയി അവസരം ചോദിക്കുമ്പോഴും നാണം കെടുമ്പോഴും എനിക്ക് എൻ്റെ ആഗ്രഹം ആദ്യ ദിവസം ആദ്യ ഷോ കണ്ടിറങ്ങി വരുന്ന എൻ്റെ അമ്മയുടെ സന്തോഷം, ആ വാശിക്കാണ് ഞാൻ സിനിമ ചെയ്തത്. ഞാൻ മാളികപ്പുറമൊക്കെ കണ്ടിറങ്ങി വരുന്ന എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞതൊക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇതിൽ നല്ലൊരു ഒന്നും എനിക്ക് കൊടുക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ പറയില്ല, എല്ലാവർക്കും ലൈഫിൽ ഇതുപോലെ ആരെങ്കിലും കാണും. ചിലർക്ക് അമ്മയാവും, ചിലർക്ക് അച്ഛനാവാം, ചിലർക്ക് മക്കളാവാം, ഭാര്യയാവാം, അല്ലെ സുഹൃത്തുക്കളാവാം. പിന്നെ എനിക്ക് എന്നോട് തന്നെ വാശിയുണ്ട്, ഞാനൊന്നും ആവില്ല എന്ന്
എന്നോട് ഞാൻ തന്നെ പറഞ്ഞ സമയത്ത് ഞാൻ എന്നോട് തന്നെ വാശി തീർക്കാം, ഞാൻ എന്തെങ്കിലും അത് കാണിച്ചു തരാം. ഞാൻ പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് എന്നോട് തന്നെ. ഇപ്പൊ ഞാനിപ്പം മത്സരിക്കുന്ന എന്റെ സിനിമകളോട് തന്നെ. എന്റെ വാശി എന്താണ്, മാളികപ്പുറത്തേക്കാൾ നല്ലൊരു സിനിമ ഇനിയും ചെയ്യണം. ഞാൻ മത്സരിക്കുന്ന എന്റെ സിനിമയോട് തന്നെ. എനിക്ക് വേറെ ആരോടും മത്സരമില്ല. എനിക്ക് വേറൊരു സിനിമയോടല്ല മത്സരം, എനിക്ക് മാളികപ്പുറത്തോടെ മത്സരം. അത് തന്നെ, മാളികപ്പുറത്തെ തോൽപ്പിച്ചിട്ട് my own benchmarks. അത്രേ ഉള്ളൂ.